ചരിത്രം എങ്ങോട്ടാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അറിയണം. ഇപ്പോൾ കേരളത്തിൽ ഒരു സിനിമ ഇറങ്ങിയിരിക്കുന്നു, ഒരു വലിയ സിനിമ. കേരളീ മലയാളിക്ക് വേണമെങ്കിൽ അഭിമാനത്തോടെ കാണാം. ലോകത്തിലെ വിശ്വോത്തരങ്ങളായ എല്ലാ സാങ്കേതിക വിദ്യയും ഈ കൊച്ചു കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഗംഭീരമായി കൈകാര്യം ചെയ്തുകൊണ്ട് അനായാസമായി അന്തർദേശീയ നിലവാരമുള്ള സാങ്കേതിക മികവുള്ള സിനിമ നിർമ്മിക്കാനുള്ള ശേഷി ഈ കുഞ്ഞു കേരളത്തിനുണ്ട്. നേരത്തെ തന്നെ നല്ല എഴുത്തുകാരും നല്ല അഭിനേതാക്കളുണ്ടെന്ന് തെളിയിച്ചു കളഞ്ഞു. ഇപ്പോൾ സാങ്കേതികമായും നമ്മൾ അത്ര പിന്നിലൊന്നും അല്ലെന്ന് കാണിക്കുവാൻ കൃത്യമായി അടയാളപ്പെടുത്തപ്പെട്ട ഒരു വാണിജ്യ ചിത്രം ഇറങ്ങി. പക്ഷേ ആ ചിത്രത്തിനുള്ളിൽ ഇന്ത്യയുടെ ചരിത്രത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു കാര്യം, ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ നടന്ന അതിഭീകരമായ കൊലപാതകത്തിന്റെ നഗ്നമായ കാര്യം, നമ്മളെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കണ്ട കാര്യം. അവിടെ ഒരാൾ ഈ അടുത്ത കാലത്തെല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലേ, തെഹൽക്ക എന്ന് പറയുന്ന മാധ്യമം ഒളി ക്യാമറ വെച്ച് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാനൊരു സ്ത്രീയെ, ഞാൻ ഇവനെ എല്ലാം കൊന്നു തള്ളി, ഞങ്ങളിങ്ങനെ അകത്ത് കയറിപ്പോയി എല്ലാത്തിനെയും കൊന്നു തള്ളി. അപ്പൊ മറ്റേയാൾ ചോദിക്കുന്നു, അതിൽ സ്ത്രീകൾ, പിന്നെ സ്ത്രീകളില്ലേ, അവളെ എല്ലാം കൊന്നു ഇല്ലാതാക്കി. അവൻ പറയുന്നതാണ് ഇംഗ്ലീഷ്, ഹിന്ദിയിൽ. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് എപ്പോഴും കാണാം, ഇപ്പോഴും ഉണ്ട്. നേരിട്ട് അയാൾ സംസാരിക്കുകയാണ്, കൊന്നൊടുക്കി. അതിൽ കുഞ്ഞുങ്ങളില്ലേ, പിന്നെ അതിനെയെല്ലാം ഒരെണ്ണവും ജീവിച്ചിരുന്നൂടെ, അടുത്ത ഭാവിയിൽ അത് ദോഷം ചെയ്യും. അതുകൊണ്ട് അവനെ കുഞ്ഞുങ്ങളെല്ലാം കൊന്നത് മാത്രമല്ല, ഞാൻ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി, ഒരു ഗർഭിണി, അവള് പൂർണ്ണ ഗർഭിണിയാണ്. ഞാൻ അവളെ ഇങ്ങനെ പിടിച്ചു, അവളുടെ വയറെ ഞാൻ കീറിയിട്ട് അതിൽ നിന്ന് അതിനകത്തിരുന്ന ഭ്രൂണത്തെ ഞാൻ ഇങ്ങനെ എടുത്തു, ചവിട്ടി തറയിലിട്ടു എന്ന് അയാൾ നേരിട്ട് പറയുന്നു. ആ ചരിത്രത്തെ ധൈര്യപൂർവ്വം അടയാളപ്പെടുത്തുവാൻ ചില ആളുകളെങ്കിലും തയ്യാറായി എന്നുള്ളതാണ്. പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ ആ ഗംഭീരമായ ആ അടയാളപ്പെടുത്തൽ തിരുത്തപ്പെടുന്ന രീതിയിൽ ഇന്ത്യയുടെ നവഫാസിസ്റ്റ് മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വഴുക്കുന്ന ഒരു വർത്തമാനകാലത്തിലാണ് പ്രിയപ്പെട്ടവരെ.